ഹായ് ഗൈസ്. അപ്പോൾ ഇന്ദ്രൻസ്, ഉർവശി എന്നിവരൊക്കെ പ്രധാന വേഷങ്ങളിലെത്തിയ ജലധാര പമ്പ് സെറ്റ് സിൻസ് 1962 എന്ന് പറഞ്ഞ സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. അപ്പോൾ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിച്ചു നോക്കാം. എടുത്തു പറയുമല്ല, ഉർവശിയുടെ പെർഫോമൻസ് തന്നെ കൊള്ളാം, കുഴപ്പമില്ല. ഇന്ദ്രൻസിൻ്റെ കമ്പനി എങ്ങനെയുണ്ട്? ഇന്ദ്രൻസ് പൊളിച്ചു. ഇതൊരു ചിന്തിക്കേണ്ട ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അത് മറ്റേത് അത്ര കോമഡി ടച്ചുള്ള മൂവിയൊന്നുമല്ല. ഓക്കെ ശരി. ഏകദേശം അതുപോലത്തെ ടൈപ്പാണ്. എല്ലാവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിൻ്റെ പെർഫോമൻസ് എല്ലാം ഗുഡായിരുന്നല്ലോ. നല്ല ഉർവശി ചേച്ചിയുടെ ക്യാരക്ടർ ഒന്നാം തരം. ഓക്കെ, ഇന്ദ്രൻസ് ഒന്നും കൊള്ളാം. 100% നല്ല പടം. ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ ഹാസ്യവും കഥയും എല്ലാം ഉർവശിയൊക്കെ മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്നത് എല്ലാം ഓരോ കാണും, എല്ലാം നല്ല രീതിയിൽ സൂപ്പർ. വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ പടം, നല്ല ഫാമിലിക്ക് എല്ലാം ഇഷ്ടപ്പെടും, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അടിപൊളിയായിരുന്നു. സനുഷിയുടെ ഒക്കെ ഒരു നല്ല തിരിച്ചുവരവ് തന്നെ. അതിൻ്റെ അതേപോലത്തെ ഒരു മോഡൽ പടം തന്നെയാണ്, പക്ഷെ അത്രയും ഇല്ല, എന്നാലും കുഴപ്പമില്ല, ചെറിയ രീതിയിലെ കോമഡി ഉള്ളൂ. കുഴപ്പമില്ല, കൊള്ളാം, നല്ലതായിരുന്നു. ഇല്ല, ആവറേജ് പടം, ഒരു ടൈം കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. പെർഫോമൻസ് കുഴപ്പമില്ല, പക്ഷെ ആവറേജ് പടമാണ്. ജലധാര പമ്പ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ്. എങ്ങനെ സീരിയസ് ആണ് സബ്ജക്റ്റ്, എന്നാൽ കുറച്ച് കോമഡിയും കൂടെ ചേർത്താണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ടോട്ടലി നമുക്ക് ഇഷ്ടപ്പെടും. അത്യാവശ്യം കോമഡീസ് എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ട്, അതായത് ഒരു എന്താ പറയുക, ഈ ഒരു സബ്ജക്റ്റ് എന്താ പറയുക, വളരെ സീരിയസ് ആണ്. അതിൻ്റെ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കുറച്ച് കോമഡീസും ഉള്ളൊരു പടമാണ്. ടോട്ടലി പിന്നെ എന്താ പറയുക, നല്ല പടമാണ്, കണ്ടിരിക്കാം. പിന്നെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉർവശിയും നമ്മുടെ ഇന്ദ്രൻ ചേട്ടനും അവരൊരു രണ്ട് പേരും കൂടെ ഒരു പെർഫോമൻസ് ആണ്. ഉർവശി ചേച്ചിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒരാളിനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ 2-3 പുതുമുഖങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഓവറോൾ കണ്ടിരിക്കാവുന്ന ഒരു പടം, നല്ലൊരു പടമാണ്. എടുത്തു പറയാൻ ഉർവശിയും ഇന്ദ്രൻസും നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് ഈ സിനിമ നന്നായി പോകേണ്ട ഒരു ഇതാണ്. കോമഡിയൊക്കെ നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ TG രവി സാർ നന്നായിട്ട് ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജോണി ആൻ്റണി എല്ലാവരും കൊള്ളാം. ഡ്രാമ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു റിയാലിറ്റി ഉണ്ട്. പക്ഷേ സിനിമയ്ക്ക് അത് റിയാലിറ്റി ഉണ്ട്. പിന്നെ പുതിയ ഡയറക്ടറാണെന്ന് തോന്നുന്നത്, പക്ഷേ എന്നാൽ നമുക്കത് ഫീൽ ചെയ്യാതെ പോകും. ഒരു മുഷിപ്പില്ലാതെ കണ്ടുകൊണ്ടിരിക്കാം. നല്ല സിനിമയാണ് ഇത്, ഓടേണ്ട സിനിമയാണ്. നല്ല കണ്ടൻറ്റാണ് ഇത്. ഈ നമ്മുടെ കോടതിയിലല്ലേ ഒരു കേസ് കൊടുത്തിട്ട് അതിൻ്റെ പുറകെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, പിന്നെ വാദിക്ക് തന്നെ പ്രതിയോട് ഒരു സെൻറ്റിമെൻറ്റ്സ് തോന്നുന്ന ഒരു സിനിമയാണ്. അങ്ങനെ ഒരു ഇതുണ്ട് ഇത്. അപ്പോൾ അത് നല്ല എലമെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഗംഭീരമായിരിക്കുന്നു, രണ്ടുപേരും നന്നായിരിക്കുന്നു. കുറച്ചുകൂടെ കയറി നിൽക്കുന്ന ഉർവശി തന്നെയാണ്. നല്ല സിനിമ. കുഴപ്പമില്ല, ഒരു ആവറേജ് പടം, വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഉണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു സത്യത്തിനും നീതിക്കും ഒക്കെ ഒരു വിലയുണ്ട്, എന്നാൽ പിന്നെ അതിന് അപ്പുറത്തേക്കൊരു മാനുഷികമായ കാര്യങ്ങൾക്ക് വിലയുണ്ട് എന്നുള്ള രീതിയിലാണ്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഉർവശിക്ക് സൂപ്പറായി പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അവസാനത്തെ ഏറ്റവും നല്ല സീൻ, നല്ല ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് അത് അവസാനിപ്പിച്ചിട്ടുള്ളത്. കോമഡി കാര്യമായിട്ടൊന്നും വർക്കൗട്ട് ചെയ്തിട്ടില്ല, എന്നാൽ ചെറിയൊരു രീതിയിൽ അങ്ങ് പോയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. പടം തെറ്റില്ല. ഉർവശി കുറെ കാലഘട്ടത്തിന് ശേഷം ഇപ്പൊ അടിച്ച് പൊളിക്കണം, അഭിനയിക്കുന്നു. അല്ല, കൊള്ളാം, നന്നായിരിക്കും പടം. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടം, ഫാമിലി ആയിട്ട് കയറാനുള്ള പടം. കുഴപ്പമില്ല, സൂപ്പറായിരിക്കുന്നു. ഫാമിലി ആയിട്ട് കാണേണ്ട ഏറ്റവും നല്ല പടം. എനിക്കറിയാൻ പറ്റൂല, ഞാൻ അഭിനയിച്ചതല്ലേ, രണ്ടുപേർക്കേ അറിയാൻ പറ്റൂ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തോന്നില്ല.